മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചതിന് ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജോലിഭാരവും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വവും വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് RRT സംഘങ്ങളുടെ. ഞങ്ങൾ ഈ രാത്രിയുള്ളത് ചിന്നക്കനാലിലെ RRT സംഘത്തിനൊപ്പമാണ്. പതിമൂന്ന് പേരടങ്ങുന്ന RRT സംഘമാണ് ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിൽ സുരക്ഷ ഒരുക്കുന്നത്. 2 സംഘങ്ങളായി ഇവർ രാവും പകലും ജോലി ചെയ്യുന്നു. അരിക്കൊമ്പനെ നാടുകടത്തി, മൊട്ടവാലൻ അകാല ചരമമടഞ്ഞു. എന്നിട്ടും മേഖലയിൽ വന്യജീവി സംഘർഷങ്ങൾ അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പല രാത്രികളും ഇവർക്ക് ഉറക്കമില്ലാത്തതാണ്. ഞങ്ങളിവിടെ സ്ഥലത്തെത്തി. അപ്പൊ ആളെ ഇവിടുന്ന് മാറിയിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ഡാം സൈറ്റിന്റെ ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നത്. പ്രധാനമായിട്ടും ഇവിടെ 17 ആനകളുണ്ട്. ഈ ഒരു ചെറിയ മേഖലയിൽ ഒരു 10,000-ഓളം ആൾക്കാരും ജീവിക്കുന്നുണ്ട്. അപ്പം മറ്റ് സ്ഥലങ്ങളിൽ കാട്ടിൽ നിന്ന് ഇറങ്ങി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോകുന്ന ആനകളാണ് കൂടുതലുള്ളത്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ആൾക്കാരും ഈ ആനകൾ ഒരുമിച്ച് താമസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായ രീതിയിലുള്ള പ്രശ്നങ്ങൾ 24 മണിക്കൂറും ഉണ്ടാകും. ഇവിടുത്തെ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ ഇവിടുന്ന് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് ആ പ്രശ്നത്തിൽ ഇടപെട്ട് ഈ 2 കൂട്ടത്തും എന്താണ് നാശനഷ്ടങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതിപ്പം മനോഹരമായിട്ട് അവർ അത് ചെയ്യുന്നുമുണ്ട്. കൂടുതലും രാത്രി സമയങ്ങളിലാണ് ആൾക്കാർക്ക് നമ്മുടെ സഹായം ആവശ്യമുള്ളത്. പ്രത്യേകിച്ച് വീടുകളുടെ അടുത്തൊക്കെ വരുമ്പോഴത്തേക്കും അവർ നമ്മളെ സഹായം തേടാറുണ്ട്. ഇതിനു മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ചെയ്യുന്നത് മൊത്തം പകൽ സമയങ്ങളിലും ഇതേപോലെ രാത്രി സമയങ്ങളിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാത്രി സമയങ്ങളിലും അവിടെ ഡ്യൂട്ടി ഉണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ രാത്രി പകലഞ്ച് 24 hours ഡ്യൂട്ടിയാണ്. മെയിനായിട്ട് NH റോഡ്, നമ്മൾ ദേശീയപാത കൂടി പോകുമ്പോൾ NH റോഡ് ക്രോസ് ചെയ്താൽ പോലും ഏതെങ്കിലും വാഹനം പോകുമ്പോൾ അവരെ അവിടെ തന്നെ വിളിച്ചു പറയും. അവിടെ നിന്ന് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വാഹനങ്ങളെ മാറ്റി കൊടുത്ത് ആരെങ്കിലും ബ്ലോക്ക് ചെയ്ത് കടത്തി വിട്ടിട്ടും അങ്ങനെ മാറ്റുകയാണ്. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അല്ലാണ്ട് തന്നെ നമുക്ക് എമർജൻസി ഒരു നമ്പറുണ്ട്. അതിൽ കോള് വരുമ്പോഴും നമ്മൾ പെട്ടെന്ന് തന്നെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ട് അവിടെ പോകും. അതുപോലെ നമ്മൾ രാവിലെയും വൈകുന്നേരവും രാത്രിയും ഏകദേശം എല്ലാ സമയത്തും നമ്മളിങ്ങനെ പെട്രോളിങ് ചെയ്തുകൊണ്ടിരിക്കും. നമസ്കാരം, ചിന്നക്കനാൽ RRT അറിയിപ്പാണ്. 301 ഇടിപൊലിക്ക് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് 80ന്റെ സൈഡ് ചക്കക്കൊമ്പൻ ആനയുണ്ട്. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയരുന്നുണ്ട്. പക്ഷേ ചിന്നക്കനാൽ പോലെയുള്ള സംഘർഷ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ രാത്രികാലങ്ങളിൽ പോലും അവരുടെ സ്വന്തം ജീവൻ കയ്യിൽ പിടിച്ചാണ് ജോലി ചെയ്യുന്നത് എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ചിന്നക്കനാലിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.